എല്ലാവർക്കും നമസ്കാരം. ലോകത്തെ ആകെ നടുക്കിയ 2 ദിവസങ്ങളാണ് ആഗസ്റ്റ് 6ഉം 9ഉം. 1945 നടന്ന സംഭവം. ഇപ്പോൾ ഏതാണ്ട് 80 വർഷം കഴിഞ്ഞു. ആഗസ്റ്റ് 6 നടന്നത് എന്താണ്? എല്ലാവർക്കും അറിയാം. അമേരിക്കയും ജപ്പാനും തമ്മിൽ നടന്ന നീണ്ട യുദ്ധം. ആ യുദ്ധത്തിൽ ഹിരോഷിമക്കാർ ഒട്ടേറെ വ്യോമാക്രമണങ്ങളേറ്റ് മൃതപ്രായരായി കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ചെറിയൊരു വെടിനിർത്തലുണ്ടായത്. അമേരിക്കയുടെ വ്യോമാക്രമണം തുടരെ വരികയാണ്. ടിനിയൻ ദ്വീപിൽ നിന്ന് അന്ന് കൃത്യമായി പറഞ്ഞാൽ 1945 ആഗസ്റ്റ് 6 ഒരു വിമാനം പുറപ്പെടുകയാണ്. എനോല ഗേ എന്നാണ് ആ വിമാനത്തിൻ്റെ പേര്. B-29 ഒരു യുദ്ധവിമാനമാണ്. 12 സൈനികരാണ് അതിനുള്ളിലുള്ളത്. ക്യാപ്റ്റനായിട്ടുള്ളത് പോൾ ടിബറ്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 12 പേരും ആ വിമാനത്തിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ആഗസ്റ്റ് 6 രാവിലെ 8:15 അവർ ഹിരോഷിമയുടെ മുകളിലെത്തി. ആ വിമാനത്തിൽ നിന്ന് അവർക്ക് നേരെ ഈ ആറ്റം ബോംബ് താഴേക്കിടാമായിരുന്നു. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തീഗോളം ആ വിമാനത്തെയും വിമാനത്തിനുള്ളിലുള്ള സൈനികരെയും കൊന്നൊടുക്കും. അതുകൊണ്ട് അവർ ചെയ്തത് 2 പാരച്യൂട്ടുകൾ കൂടെ കൊണ്ടുപോയിരുന്നു. ആ പാരച്യൂട്ടുകളിലൂടെയാണ് പതുക്കെ അവർ ഹിരോഷിമയിലേക്ക് ഈ ആറ്റം ബോംബ് താഴേക്കിടാൻ ശ്രമിച്ചത്. ആ ആറ്റം ബോംബിൻ്റെ അന്നത്തെ പേര് ലിറ്റിൽ ബോയ് എന്നാണ്. നമുക്കറിയാം, യുറേനിയം 239 ഐസോട്ടോപ്പുകൾ അടങ്ങിയ ഒരു ലെഡ് കൊണ്ടുള്ളൊരു ആവരണം കൊണ്ടുള്ള ഒരു ബോംബായിരുന്നു ഈ ആറ്റം ബോംബ്. ഈ ആറ്റം ബോംബിൻ്റെ ഒരു പ്രത്യേകത അപാരമായ പ്രഹരശേഷിയുള്ള ആറ്റം ബോംബാണ്. ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബുമായിട്ടാണ് അവർ ഈ വിമാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. താഴെയുള്ള ഹിരോഷിമയിലെ ജനങ്ങൾ മുകളിലേക്ക് നോക്കുകയാണ്. വിമാനങ്ങളുടെ ശബ്ദം. ഒരു വിമാനമല്ല, ഒരുപാട് വിമാനങ്ങൾ ഒപ്പം വരുന്നുണ്ട്. ഈ ഒരു വിമാനമായ നേരത്തെ പറഞ്ഞ എനോല ഗേയിലാണ് ആറ്റം ബോംബുള്ളത്. മറ്റു വിമാനങ്ങളൊക്കെ വീഡിയോ എടുക്കാനും കാലാവസ്ഥ നിരീക്ഷിക്കാനും പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാനുമായിട്ട് അനുഗമിക്കുന്നവരാണ്. ഈ എല്ലാ വിമാനങ്ങളും കൂടി ഹിരോഷിമയുടെ മുകളിൽ വട്ടമിട്ട് പറക്കുമ്പോൾ ഹിരോഷിമക്കാർ ആലോചിക്കുകയായിരുന്നു, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സാധാരണ യുദ്ധങ്ങൾക്കൊക്കെ ഒരു കീഴ്വഴക്കമുണ്ട്. ഒന്നുകിൽ ലഘുലേഖ വിതരണം ചെയ്യും, അല്ലെങ്കിൽ അപായമായിട്ടുള്ള സൈറൺ പുറപ്പെടുവിക്കും. കുട്ടികളെയും ഗർഭിണികളെയും ആശുപത്രികളെയും വിദ്യാലയങ്ങളെയും ഒക്കെ ഒഴിവാക്കും. ഇതൊന്നും പരിഗണിക്കാതെയാണ് അമേരിക്കയുടെ ഈ വിമാനത്തിൽ നിന്ന് പാരച്യൂട്ടിലൂടെ ഈ ലിറ്റിൽ ബോയ് താഴേക്ക് നിലംപതിച്ചത്. കൃത്യം പറഞ്ഞാൽ ഏതാണ്ട് 1 മിനിറ്റ് 43 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ തീഗോളമായി ഈ ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ലോകത്തിന്നുവരെ കേൾക്കാത്ത വലിയൊരു ശബ്ദം, ലോകത്തിന്നുവരെ അനുഭവിക്കാത്ത വലിയൊരു ചൂട് ആ പ്രദേശമാകെ അനുഭവിച്ചു. ലിറ്റിൽ ബോയ്ക്ക് അറിയാം, 4400 കിലോ ഭാരമുണ്ട്, 125 ഇഞ്ച് നീളമുണ്ട്, 28 ഇഞ്ച് വീതിയുണ്ട്. ആ നീളമുള്ള ഈ ലിറ്റിൽ ബോയാണ് പൊട്ടിത്തെറിച്ചത്. ആ ചൂട് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തത്ര വലിയ ചൂടായിരുന്നു. ജലം തിളയ്ക്കാൻ 100 ഡിഗ്രി മതി. ഇത് നോക്കൂ, 7000 ഡിഗ്രിയിലധികമാണ് ചൂട്. സൂര്യന് സമാനമായ ചൂട് ആകെ പരക്കുകയാണ്. ആ പരന്നത് 1000 അടിയോളം ഉയർന്ന് വലിയൊരു പുകയായി തീഗോളമായിട്ട് വ്യാപിക്കുകയാണ് ചെയ്തത്. 6.5 കിലോമീറ്റർ ചുറ്റളവിലേക്കാണ് അത് വ്യാപിച്ചത് ഒറ്റയടിക്ക്. 6.5 കിലോമീറ്ററിനുള്ളിലുള്ള എല്ലാം വെന്ത് അരിയുകയാണ് ഉണ്ടായത്. മനുഷ്യർ മാത്രമല്ല ചത്തൊടുങ്ങിയത്, മൃഗങ്ങൾ, പക്ഷികൾ, ഉരകങ്ങൾ, ജീവജാലങ്ങൾ, സൂക്ഷ്മജീവികൾ വരെ ചത്തൊടുങ്ങുകയാണ് ഉണ്ടായത്. എല്ലാവരും വെന്തുപോയി. അവിടെയുള്ള മരങ്ങൾ, അവിടെയുള്ള കെട്ടിടങ്ങൾ എല്ലാം കത്തുകയും തകരുകയും ചെയ്തു. കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട മനുഷ്യരുടെ ഉള്ളിലേക്ക് ചില്ലും മരക്കഷ്ണങ്ങളും കുത്തിക്കയറി അവരും മൃതപ്രായരായി മരിക്കുകയാണ് ഉണ്ടായത്. നോക്കൂ, വളരെ ക്രൂരമായിട്ടുള്ള ഈ സമയം 3 രാത്രിയും 3 പകലും നിന്ന് കത്തുകയായിരുന്നു ഹിരോഷിമ. ആ ഹിരോഷിമയിൽ 1.5 ലക്ഷത്തോളം ജനങ്ങളാണ് ഒറ്റയടിക്ക് മരിച്ചു പോയത്. ആ മരിച്ചവർ, അതിന് 6.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നതെങ്കിലും അതിനപ്പുറത്തേക്കും ഈ ചൂടും ഈ പുകയും ഈ വായുവിൻ്റെ വികിരണവും ആകമാനം വ്യാപിക്കുകയുണ്ടായി. അകലങ്ങളിൽ ഉണ്ടായിരുന്നവർ പോലും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ എവിടേക്കോ ചാടുകയായിരുന്നു.
ചിലർ അവിടെയുണ്ടായിരുന്ന ഒട്ടഗാവ നദിയിലേക്ക് ചാടി. നദിയിൽ ചാടിയാൽ രക്ഷപ്പെടുമല്ലോ, ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. പക്ഷെ നദിയിലാണെങ്കിൽ വെള്ളം തിളച്ചു മറിഞ്ഞ് ഉരുകുന്ന അവസ്ഥയായിരുന്നു എന്ന് പിൽക്കാലത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ ചരിത്രത്തിലൂടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ലിറ്റിൽ ബോയ് എന്ന ഈ ആറ്റം ബോംബിൽ 35% ചൂട്, 50% കാറ്റ്, 15% ആണവ വികിരണം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ചിട്ടപ്പെടുത്തി വെച്ചിരുന്നത്. ഈ ആറ്റം ബോംബ് ഭൂമിയിൽ വീണ്, ഹിരോഷിമയിൽ വീണ് പൊട്ടിത്തെറിച്ചപ്പോൾ അവിടെ ജനിച്ച് മരിച്ചുപോയ ഒരുപാട് പേർ, അതുപോലെ അവിടത്തുള്ള പ്രകൃതി ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങിയത് വളരെ ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു. ഏറ്റവും പരിതാപകരമായൊരു കാര്യം, അവിടെ അവശേഷിച്ച ചിലരുണ്ട്. കെട്ടിടങ്ങൾക്ക് അടിയിൽപ്പെട്ട് പിന്നീട് രക്ഷപ്പെട്ട ചില ആളുകൾ, അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി. കാരണം ശ്വസിക്കുന്ന വായു മലിനമായിരിക്കുന്നു, കുടിക്കുന്ന വെള്ളം മലിനമായിരിക്കുന്നു, ഭക്ഷിക്കാൻ എടുക്കുന്ന എല്ലാ വസ്തുക്കളിലും ആണവ വികിരണം പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ കഴിക്കാനും കുടിക്കാനും ശ്വസിക്കാനും പറ്റാതെ മരിച്ചുപോയ ഒരുപാട് കഥകൾ ഹിരോഷിമയിൽ നിന്ന് നാം പിന്നീട് വായിച്ചെടുക്കുകയുണ്ടായി. ആഗസ്റ്റ് 6 ഹിരോഷിമയിൽ അമേരിക്ക ഈ ആറ്റം ബോംബ് ഇട്ടിട്ടും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് 3 ദിവസത്തിന് ശേഷം ആഗസ്റ്റ് 9 ബോക്സ് കാർ എന്ന വിമാനത്തിൽ അടുത്ത ആറ്റം ബോംബുമായി, അതിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നില്ല, ഫാറ്റ് മാൻ, തടിയനായ മനുഷ്യൻ, ആ പേരിലുള്ള ആറ്റം ബോംബുമായി അടുത്ത വിമാനം നാഗസാക്കിയിലേക്ക് പുറപ്പെട്ടു. ശരിക്കു പറഞ്ഞാൽ നാഗസാക്കിയിലേക്കല്ല പോയത്, കൊക്കുറ എന്ന ദ്വീപിലേക്കാണ് പോയത്. അവിടുത്തെ മേഘാവൃതമായ അന്തരീക്ഷം പൈലറ്റുമാരെ അവിടെ ഇറക്കാനും ഈ ബോംബിടാനും അനുവദിച്ചില്ല. തുടർന്ന് അവർ നാഗസാക്കിയിലേക്ക് വന്നു. നാഗസാക്കി എന്ന് പറഞ്ഞാൽ 2 മലകൾക്കിടയിലുള്ളൊരു പ്രദേശമാണ്, വളരെ തിരക്കുള്ളൊരു പ്രദേശമാണ്. ആയുധ നിർമ്മാണശാലകളും ഉരുക്ക് നിർമ്മാണ ഫാക്ടറികളും ഒക്കെയുള്ള ധാരാളം ആളുകൾ കൂടിയിരിക്കുന്ന ഒരു നഗരമായിരുന്നു നാഗസാക്കി. ആ നാഗസാക്കിയിൽ 11:02 ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് അടുത്ത ആറ്റം ബോംബ് അവർ വിക്ഷേപിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെയും 10,000-കണക്കിന് ആളുകൾ, കൃത്യമായി പറഞ്ഞാൽ 80,000-ലധികം ആളുകളാണ് ചത്തൊടുങ്ങിയത്. മറ്റ് പക്ഷികളും മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം ചത്തൊടുങ്ങിയ കൂട്ടത്തിൽപ്പെടും. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വിട്ട ശേഷം ജപ്പാൻ ആകെ പരിഭ്രാന്തരായി. അവസാനം ആഗസ്റ്റ് 15 ജപ്പാൻ്റെ ചക്രവർത്തി കീഴടങ്ങൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ ആറ്റം ബോംബിടുന്ന പരിപാടി അമേരിക്ക അവസാനിപ്പിച്ചത്. 3ാമത്തെ ആറ്റം ബോംബും തയ്യാറാക്കിയിരുന്നു എന്നാണ് പിന്നണിയിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ. നോക്കൂ, എത്രമാത്രം ഭീകരമായിട്ടാണ് ഈ യുദ്ധത്തിനിടയിൽ ആറ്റം ബോംബ് ഉപയോഗിച്ചത്. ഇന്ന് ലോകത്താകെ 12,000-ഓളം ആറ്റം ബോംബുകൾ വിവിധ രാജ്യങ്ങളിലായി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ലോകത്തെ 8-10 തവണ ആവർത്തിച്ചാവർത്തിച്ച് കൊല്ലാനുള്ള ശേഷി ഈ അണുവായുധങ്ങൾക്കുണ്ട് എന്നാണ് ലോക ചരിത്രത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുന്നത്. എങ്ങനെയാണ് ആറ്റം ബോംബിലേക്ക് എത്തുന്നത്? എല്ലാവർക്കും അറിയാം, കണ്ടുപിടുത്തങ്ങളുടെ രാജാവായ ആൽബർട്ട് ഐൻസ്റ്റീൻ 1905 ആപേക്ഷികതാ സിദ്ധാന്തം കൊണ്ടുവരികയുണ്ടായി. E=mc² എന്ന ലോകപ്രശസ്തമായ സമവാക്യം ലോകത്തെ ആകെ മാറ്റിമറിക്കാൻ ഉതകുന്ന ഒന്നായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നില്ല ആറ്റം ബോംബ് കണ്ടുപിടിച്ചത്. ലിയോ സിലാർഡ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിക്കുകയും അതിൻ്റെ വിവിധ സാധ്യതകൾ ലോകത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നൊരു സമയമായിരുന്നു അത്. അക്കാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ആയിരുന്നു. റൂസ്വെൽറ്റിന് നേരത്തെ സൂചിപ്പിച്ച ലിയോ സിലാർഡ് ഒരു കത്തെഴുതുകയുണ്ടായി. പക്ഷേ ആ കത്ത് അമേരിക്കൻ പ്രസിഡൻ്റായ റൂസ്വെൽറ്റ് കൃത്യമായി പരിശോധിച്ചില്ല. അവസാനം ലിയോ സിലാർഡ് ആൽബർട്ട് ഐൻസ്റ്റീനെ കൊണ്ട് ഒപ്പിടിവിച്ച് ഇതേ കത്ത് വീണ്ടും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന് അയച്ചപ്പോഴാണ് റൂസ്വെൽറ്റ് അത് വായിച്ചു നോക്കുകയും ആറ്റം ബോംബിൻ്റെ വലിയ സാധ്യതകൾ മനസ്സിലാക്കുകയും ചെയ്തത്. അങ്ങനെയാണ് റൂസ്വെൽറ്റ് മറ്റാരോടും ആലോചിക്കാതെ, തൻ്റെ സഹമന്ത്രിമാരോട് പോലും ആലോചിക്കാതെ ഒരു പുതിയ മാൻഹട്ടൻ എന്ന് പറയുന്ന ഒരു ആറ്റം ബോംബ് നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന ഒരു വിഖ്യാത ശാസ്ത്രജ്ഞനെയാണ് അതിൻ്റെ ഡയറക്ടറായി അദ്ദേഹം ചുമതലപ്പെടുത്തിയത്. ലോസ് അലാമോസ് എന്ന് പറയുന്ന ലാബറട്ടറിയിൽ വെച്ചാണ് ഈ ദൗത്യം നേരത്തെ സൂചിപ്പിച്ച ഓപ്പൺ ഹൈമർ നടപ്പിലാക്കിയത്. $200 കോടി ഇതിനു വേണ്ടി അമേരിക്ക നീക്കിവെച്ചത്. ഏതാണ്ട് 1 ലക്ഷത്തോളം ലോകത്തെങ്ങാനുമുള്ള ശാസ്ത്രജ്ഞന്മാർ ഈ ദൗത്യത്തിൽ പങ്കാളികളാകുകയുണ്ടായി. അവസാനം 1945 ജൂലൈ 16 ആറ്റം ബോംബ് നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി ഇതെവിടെയെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. അങ്ങനെയാണ് ട്രിനിറ്റി എക്സ്പെരിമെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന
ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ വിക്ഷേപണം നടക്കുന്നത്. ജനങ്ങളെങ്ങുമില്ലാത്ത വിദൂരമായ ഒരു പ്രദേശം, ഒരു മരുഭൂമിയായ പ്രദേശം, ഗോട്ട മരുഭൂമിയിലാണ് ഈ ആദ്യത്തെ അണുബോംബ് ജൂലൈ 16 പരീക്ഷിച്ച് നോക്കുന്നത്. അത് പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷമാണ് ആഗസ്റ്റ് മാസം 6 ഹിരോഷിമയിലും 9 നാഗസാക്കിയിലും അമേരിക്ക ഈ ആറ്റം ബോംബ് പിന്നീട് ഉപയോഗിക്കപ്പെടുകയുണ്ടായി. എന്തുകൊണ്ടാണ് അമേരിക്ക ഈ ജപ്പാനെതിരെ ആറ്റം ബോംബ് പ്രയോഗിച്ചത്? അത് പറയുമ്പോൾ അല്പം ചരിത്രം പറയേണ്ടി വരും. 1914 ആരംഭിച്ച് 18 അവസാനിച്ച ഒന്നാം ലോക മഹായുദ്ധം. ആ ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയിൽ മാത്രം 18 ലക്ഷത്തോളം ആളുകളാണ് ചത്തൊടുങ്ങിയത്. തുടർന്ന് കുറേ നാൾ ശാന്തതയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചത് എല്ലാവർക്കും അറിയാം, ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടുകൂടിയാണ്. അങ്ങനെ 3 രാജ്യങ്ങൾ ഒരു വശത്തും 3 രാജ്യങ്ങൾ മറുവശത്തുമായി രണ്ടാം ലോകമഹായുദ്ധവും ഭീകരമായി തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ഭാഗത്ത് ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും, മറുഭാഗത്ത് സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ഫ്രാൻസും. ഈ ത്രികക്ഷി സഖ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിരന്തരമായി നടന്നുകൊണ്ടിരുന്നു. നോക്കൂ, ഇതിനിടയിലൊന്നും അമേരിക്ക ഇടപെട്ടിരുന്നില്ല. അമേരിക്ക മാറി നിൽക്കുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യകാലത്ത് അവർ പങ്കാളികളെ ആയിരുന്നില്ല. എന്നാൽ ജപ്പാൻ അന്ന് വളരെ വലിയൊരു ശക്തിയായിരുന്നു. ജപ്പാൻ അമേരിക്കയുടെ ഒരു ദ്വീപായിട്ടുള്ള ഹവായ് ദ്വീപിലെ പേൾ ഹാർബർ എന്ന് പറയുന്ന ഒരു ദ്വീപിനെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. യാതൊരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെയാണ് ജപ്പാൻ അമേരിക്കയുടെ ഈ പേൾ ഹാർബർ എന്ന് പറയുന്ന സൈനിക കേന്ദ്രത്തെ ആക്രമിച്ച് അവിടുത്തെ സൈനികരെ കൂട്ടക്കൊല നടത്തിയത്. ഇതിൽ പ്രകോപിതരായ അമേരിക്കയാണ് പതുക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വരികയും അവർ കൂടി കക്ഷികളായി ജപ്പാനെ എങ്ങനെയും നിർവീര്യമാക്കണമെന്നുള്ള ചിന്തയോടുകൂടി ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയും ചെയ്തത്. പക്ഷേ ജപ്പാൻ പിടിച്ചു നിൽക്കുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ജപ്പാൻ കീഴടങ്ങുന്നില്ല. അവസാനമാണ് ആറ്റം ബോംബ് അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നത്. നോക്കൂ, ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത്. 2 കോടി ജനങ്ങളാണ് സോവിയറ്റ് യൂണിയനിൽ മാത്രം ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് കൊല്ലപ്പെട്ടത്. ജർമ്മനിയിൽ 42 ലക്ഷം പേർ, പോളണ്ടിലാണെങ്കിൽ 60 ലക്ഷം പേർ. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും നിരവധി ജനങ്ങളാണ്, നിരപരാധികളായ ജനങ്ങളാണ്, കുട്ടികളടക്കം ഈ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടത്. മൃതപ്രായരായി കഴിയുന്നവർ അതിലും എത്രയോ അധികമാണ്. ഇത്രയും ഭീകരമായിട്ടുള്ള ഈ കെടുതികളെല്ലാം യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും യുദ്ധമുണ്ടായ ശേഷം ജോ എന്ന് പറയുന്ന ഒരു സൈനികൻ, ഒരു പട്ടാളക്കാരൻ, അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താനായി ഹിരോഷിമയിലും നാഗസാക്കിയിലും സഞ്ചരിക്കുകയുണ്ടായി. അദ്ദേഹം എടുത്ത ഒരുപാട് ദൃശ്യങ്ങളുണ്ട്, വീഡിയോകളുണ്ട്. അതെല്ലാം ഇവിടെ പ്രക്ഷേപണം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രയും ഹൃദയഭേദകമാണ്, മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒന്നാണ് ഈ ദൃശ്യങ്ങൾ അധികവും. ഇതിൽ ഒട്ടേറെ ദൃശ്യങ്ങൾ അവിടുത്തെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നോക്കൂ, സഡാക്കോ സുസുക്കി എന്ന് പറയുന്ന ഒരു കുട്ടിയെ ലോകത്തുള്ള എല്ലാ കുട്ടികളും ഓർക്കുന്നില്ലേ? എന്താണ് ആ കുട്ടിയുടെ പ്രത്യേകത? 2ാമത്തെ വയസ്സിൽ അർബുദ രോഗം പിടിപെട്ടു, പിന്നീട് ആശുപത്രിയിലായി. 12ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ, ലുക്കീമിയ പഠിച്ച് മരിക്കുന്നത് വരെ ആ കുട്ടിക്ക് ലോകത്തെ ഏറ്റവും മികച്ച ഓട്ടക്കാരിയാകണം, ജീവിതത്തിൽ നന്നായി വിജയിക്കുന്നൊരു കുട്ടിയായി മാറണമെന്ന അടങ്ങാത്ത അഭിവാഞ്ഛയായിരുന്നു. എന്താ സഡാക്കോ സുസുക്കി ചെയ്തത്? ആ നാട്ടിലെ ഹിരോഷിമയിലെ ഏറ്റവും പവിത്രമായ ഒരു പക്ഷിയാണ് ഈ പ്രാവ്. ആ പ്രാവിനെ ഉണ്ടാക്കുക, വെള്ളരിപ്രാവുകളെ ഉണ്ടാക്കുക. 1000 പ്രാവുകളെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായി തീരുമെന്നൊരു വിശ്വാസം ആ നാട്ടിലുണ്ടായിരുന്നു. ആശുപത്രി കിടക്കയിലിരുന്ന് നമ്മുടെ സഡാക്കോ സുസുക്കി എന്ന് പറയുന്ന ഈ കൊച്ചു പെൺകുട്ടി 644 കൊക്കുകളെ ഉണ്ടാക്കി. അപ്പോഴേക്കും അവൾ മരിച്ചുപോയി. അവളുടെ ആഗ്രഹം നിറവേറ്റാൻ സാധിച്ചില്ല. പിന്നീട് അവരുടെ കൂട്ടുകാരികളാണ് ബാക്കിയുള്ള കൊക്കുകളെ ഉണ്ടാക്കി തീർത്തത്. നോക്കൂ, ഈ കുട്ടി ലോകത്ത് സമാധാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇപ്പോൾ ഹിരോഷിമയിലെ യുദ്ധസ്മാരകത്തിൽ ഒരു സ്വർണ്ണ കൊക്കിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സഡാക്കോ സുസുക്കിയുടെ പ്രതീകമായി. അതുപോലെ മറ്റൊരു ദൃശ്യം മനസ്സിലേക്ക് ഓടി വരുന്നത്, ഒരു 12 വയസ്സുകാരനായ ഒരു ബാലൻ ഒരു ചെറിയ കുട്ടിയെ പുറത്ത് കെട്ടിവെച്ച് നടന്ന് നീങ്ങുകയാണ്. ചെരുപ്പില്ലാതെ നടന്ന് നീങ്ങുന്ന ഒരു വീഡിയോ ദൃശ്യം അക്കാലത്ത് പ്രചരിച്ചിരുന്നു. ഹിരോഷിമയിൽ നിന്നെടുത്തതാണ് ആ ദൃശ്യം. കുറേ നടക്കുന്നു ആ കുട്ടി, ചെരുപ്പില്ലാതെ നടക്കുന്നു. അവസാനം ഈ വീഡിയോ എടുത്ത ആൾ ശ്രദ്ധിച്ചു നോക്കി. ഈ 12 വയസ്സായ മൂത്ത കുട്ടി ഈ പിന്നിൽ കെട്ടിവെച്ച കുട്ടിയെ തീയിലേക്ക് എടുത്ത് എറിയാൻ പോകുന്നു. അപ്പോൾ ക്ലോസപ്പിൽ ആ പിന്നിൽ കെട്ടിവെച്ച കുട്ടിയെ എടുക്കുകയാണ്. അപ്പോഴാണ്
വീഡിയോഗ്രാഫർക്ക് മനസ്സിലാകുന്നത് ആ കുട്ടി മരിച്ചതിന് ശേഷം അതിനെ കത്തിക്കാനായി മൂത്ത ചേട്ടൻ കൊണ്ടുപോവുകയാണെന്ന്. ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു ദൃശ്യമായിരുന്നു അത്. ഇതുപോലെ എത്രയെത്ര ദൃശ്യങ്ങൾ നമുക്ക് വേണമെങ്കിലും ഹിരോഷിമയിൽ നിന്നും നാഗസാക്കിയിൽ നിന്നും കണ്ടെടുക്കാനാവും. ഈ ആറ്റം ബോംബിട്ട 2 ദുരന്തങ്ങൾക്ക് ശേഷം ഇപ്പോഴും ലോകത്ത് പല രാജ്യങ്ങളിലും രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാനുള്ള പടക്കോപ്പുകൾ സൂക്ഷിച്ചു വെക്കുകയാണ്. ആറ്റം ബോംബുകൾ തന്നെ 12,000-ഓളം ആറ്റം ബോംബുകൾ വിവിധ രാജ്യങ്ങളിലായിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും, ഇന്ത്യയും ചൈനയും, കുറച്ച് നാൾ മുമ്പ് ഇറാനും ഇസ്രായേലും തമ്മിൽ, അമേരിക്കയും ഇറാഖും തമ്മിൽ, അമേരിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ, സിറിയയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും നടന്ന ആഭ്യന്തര യുദ്ധങ്ങൾ, ഇങ്ങനെ എത്രയെത്ര പ്രദേശങ്ങളിലാണ് ജനങ്ങൾ തമ്മിലടിച്ച് ചത്തുകൊണ്ടിരിക്കുന്നത്. നിരപരാധികളായ ആളുകൾ, കുട്ടികൾ, ഗർഭിണികൾ എല്ലാവരും ചത്തൊടുങ്ങുന്ന ഈ ക്രൂരമായ യുദ്ധം അവസാനിപ്പിച്ചേ ഒക്കൂ. നമുക്കറിയാം, മഹാഭാരത യുദ്ധത്തിൽ പോലും കൗരവരുടെ പിടിവാശി കൊണ്ടാണ് ആ യുദ്ധം നീണ്ടുപോയത്. ആ യുദ്ധത്തിൽ കൃഷ്ണൻ ദൂതനായി നടന്ന് അനുരഞ്ജന ശ്രമങ്ങൾ നടത്തുന്നത് നമുക്കുടനീളം വായിച്ചെടുക്കാൻ സാധിക്കും. ആ മഹാഭാരത യുദ്ധത്തിലും എത്രയോ പ്രഗത്ഭരാണ്. അഭിമന്യുവും ദ്രോണരും ഭീഷ്മരും ഒക്കെ മരിച്ചുപോയില്ലേ? ബന്ധുമിത്രാദികളാകെ ചത്തൊടുങ്ങിയില്ലേ? അതിനുശേഷം ആർക്കാണ് വിജയമുണ്ടായത്? ആർക്കും വിജയമുണ്ടായില്ല. മഹാഭാരത യുദ്ധത്തിലെ പോലെ ലോകത്തെവിടെ നടക്കുന്ന യുദ്ധത്തിലും ആരും വിജയിക്കുന്നില്ല. പരാജയപ്പെടുന്നതെല്ലാം പാവങ്ങളും നിരപരാധികളും കുട്ടികളും പാവപ്പെട്ടവരും ഒക്കെയായിട്ടുള്ള സാധാരണ ജനങ്ങളാണ്. അതുകൊണ്ട് യുദ്ധം ഒരിക്കലും ഇനി വേണ്ടെന്നാണ് നമുക്ക് ആവർത്തിച്ച് ലോകത്തോട് വിളിച്ചു പറയാനുള്ളത്. ആ സന്ദേശം ഈ വിദ്യാലയങ്ങളിലൂടെ, കലാലയങ്ങളിലൂടെ, പുതിയ തലമുറയിലൂടെ ലോകത്താകെ ഉയർന്ന ശബ്ദമായിട്ട് ഉയരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏതൊരു യുദ്ധവും ഭൂമിക്ക് മാത്രമല്ല, മനുഷ്യർക്ക് മാത്രമല്ല, മനുഷ്യനിർമ്മിതിക്ക് മാത്രമല്ല, പരിസ്ഥിതിക്ക് വരെ കോട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മണ്ണ്, നമ്മുടെ വായു, ജലം എല്ലാം മലിനമാകും. എന്തിന്? നമ്മുടെ കാലാവസ്ഥ പോലും താളം തെറ്റുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന് ലോകത്തെല്ലാവരും ഒറ്റക്കെട്ടായി പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.